ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗാലറി ഗ്ലാമർ ദൃശ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനത് സാരിയൊക്കെ കൊടുത്തിരിക്കുകയാണ്. നമ്മൾ അമ്പലത്തിൽ പോവാണ്, ഇളങ്കാവിൽ വാക്കിയിൽ. ഇപ്പോൾ ഞാൻ പോണത് ഗുരുമന്ദിരത്തിലാണ്. അപ്പോൾ ഗുരുമന്ദിരത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം കേട്ടോ. എന്നാന്ന് ഞാൻ വഴിയേ പറയാം. തമിഴ്നാട്ടിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നമുക്ക് രാവിലെ ചിലപ്പോൾ തൊഴാൻ ആൾക്കാർ കാണും കേട്ടോ, ചിലപ്പോൾ ആരും കാണത്തില്ല. അത്ര രാവിലെ ആയതുകൊണ്ട് ജോലിക്ക് പോകണ ആരെങ്കിലും തൊഴാനൊക്കെ വന്നാലേ ഉള്ളൂ. സാവുമ്മയുണ്ട്. വേറെ ഒരാളുണ്ട് കേട്ടോ പ്രാർത്ഥിക്കാൻ. ഗുരുമന്ദിരത്തിൽ പോയി കാണിക്കൊക്കെ ഇടപ്പോൾ ദേവൂട്ടി വന്നു. ഞാൻ ചന്ദനമൊക്കെ തൊട്ട് ദൈവം ചന്ദനം തൊട്ടില്ല. പിന്നെ ഇത് ഞാൻ കല്യാണത്തിന് ഉടുക്കാൻ വെച്ചിരുന്ന സാരി കേട്ടോ, പിന്നെ ഉടുത്തില്ല. ഞാൻ പിൻ ചെയ്തൊക്കെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോകുമ്പോൾ ഉടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പിന്നെ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ദേ നമ്മൾ അമ്പലത്തിലേക്ക് പോവുക കേട്ടോ, അതായത് വാക്കയിലേക്കാണ് ആദ്യം പോകണം. അപ്പോൾ ചേട്ടായും വിധുക്കുട്ടനൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ രഞ്ജു ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ രാവിലെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ രഞ്ജു ചേട്ടൻ വന്ന് നമ്മളിതേ വണ്ടിയിൽ അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെഡിയാക്കുവാണ്. ഓൾറെഡി റെഡിയായി നിൽക്കുകയാണ്. രഞ്ജു ചേട്ടൻ ആകമൊക്കെ വണ്ടിയുടെ ആകമൊക്കെ ഒന്നും കൂടി തൂത്ത് തുടക്കമൊക്കെ കേട്ടോ. മഞ്ഞ് തുള്ളിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ തുടച്ച് പിന്നെ ആ സ്റ്റിക്കറും കാര്യങ്ങളും അവർ നമ്മൾ മേടിച്ച ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റുവാണ്, പൊളിച്ച് കളയുകയാണ്. നമ്മൾ പൂജ ചെയ്യാൻ പോകുള്ളൂ, അപ്പോൾ അതൊക്കെ മാറ്റുവാണ്. ദേവൂട്ടിയും വിധുവും ഞാനും ചേട്ടായും കൂടി കേട്ടോ പോകുന്നത്. അമ്മയില്ല, അമ്മയ്ക്ക് നടുവേദന ആയതുകൊണ്ട് അമ്മ കയറണില്ല, വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ബൈക്കിൽ പോകാം, ഇവർ വണ്ടിയിൽ പോട്ടെ. അപ്പം അമ്മ പറഞ്ഞു ഇല്ല, ഇനി പോയിട്ട് വരുമ്പം നടുവേദനയൊക്കെ ആയിരിക്കും, അതുകൊണ്ട് അമ്മ വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വിധുക്കുട്ടനാണെങ്കിൽ ഇങ്ങനെ പേടിച്ചിരിക്കുക. വിധുക്കുട്ടൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ. പുള്ളി ഭയങ്കര എക്സൈറ്റഡ്. രണ്ടുപേരും ഒരേപോലെ ഇരിക്കണല്ലേ, 3 പേരും. ഞാൻ മാത്രമേ ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ളൂ. അപ്പോൾ ഈ രണ്ടുപേരും കൂടി നോക്കിയിരിക്കുകയാണ് ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ ശാസ്താവിൻ്റെ അടുത്തേക്കാട്ടോ പോയത് വാക്കിയിൽ. ഇവിടെ നമ്മൾ താക്കോല് പൂജിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വന്ന പാടെ പേരും നാളൊക്കെ പറഞ്ഞു താക്കോല് പൂജിക്കാനായിട്ട്. പിന്നെ എള്ളുതിരിയും കാര്യങ്ങളൊക്കെ കത്തിച്ചായിരുന്നു കേട്ടോ, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ താക്കോലൊക്കെ പൂജിച്ച് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ വെളിയിൽ പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ വെച്ച് പോകണം. അപ്പോൾ വിധുക്കുട്ടൻ അവിടെ ഒരു കുഞ്ഞു ഓവ് പോലെയുണ്ട്, അതിനകത്ത് വെള്ളം കിടന്നിട്ട് ക്രോസ് ചെയ്യാനായിട്ട്, അതായത് ക്രോസ് ചെയ്യാനല്ല ഇപ്പുറത്തേക്ക് കിടക്കാനായിട്ട് പേടിച്ച് നിൽക്കുക കേട്ടോ. നേരം പുലർന്ന് വരുന്നേ ഉള്ളൂ, കുഞ്ഞു മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അമ്പലത്തിൽ തൊഴുത് ഇറങ്ങിയിട്ട് രഞ്ജു ചേട്ടൻ അമ്പലത്തിൽ പൂജിച്ച് ചന്ദനവും കാര്യങ്ങളൊക്കെ വണ്ടിയെ ചാർത്തുവാണ്. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോണത് ഇളങ്കാവിലേക്കാട്ടോ. ദേവന ചേട്ടായി ഷർട്ടും കാര്യങ്ങളൊക്കെ ഇടിക്കണം. അവനാണെങ്കിൽ ഷർട്ട് ഊരാനൊക്കെ ഭയങ്കര മടിയാണ്. ഞങ്ങളങ്ങനെ പൊതുവേ അമ്പലത്തിൽ പോക്ക് ഇച്ചിരി കുറവുള്ള ആൾക്കാരാണ്. വിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ട്, അമിതമായ വിശ്വാസമല്ല, വിശ്വാസമുണ്ട്, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പം പുള്ളി അങ്ങനെ പോകാത്തതുകൊണ്ട് ഭയങ്കര മടിയാണ്. വിധുക്കുട്ടനെ ഇവിടെ അമ്പലത്തിൽ ചോറ് കൊടുത്തിട്ടില്ലായിരുന്നു, പിന്നെ ഓർക്കാണ്ട് നമ്മൾ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചോറ് കൊടുക്കാണ്ട് അങ്ങനെ അമ്പലത്തിൽ കയറ്റാറില്ലല്ലോ. പിന്നെ വൈക്കത്തപ്പലത്തിൽ ചോറ് കൊടുത്തായിരുന്നു, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ പോണത് ഇളങ്കാവിലേക്കാണ്. വണ്ടി കുലുങ്ങി സ്പ്രിങ് ഇട്ട് കുലുക്കും പോലെ കുലുങ്ങുമായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളതേ അമ്പലത്തിലേക്ക് ഇളങ്കാവിലേക്ക് എത്തിയിട്ടോ. അവിടെയും നേരമൊക്കെ ആൾക്കാരൊന്നും അധികം ഇല്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ 6:30 ആയതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. 6:30 6:45 ആ ഒരു ടൈമൊക്കെ ആയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതേ വിധുക്കുട്ടനാണെങ്കിൽ ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേട്ടായിക്ക് വരാൻ ആഗ്രഹം എന്ന് വെച്ചാൽ വരാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഒരേ ഒരു അമ്പലമാണ് ഇളങ്കാവിൽ കേട്ടോ. ഇവിടുത്തെ ഇളങ്കാവിലമ്മനെ ഭയങ്കര വിശ്വാസമാണ്, ആകെ വരുന്ന ഒരു അമ്പലവും ഇതാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമുക്കും എനിക്കും എൻ്റെ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള അമ്പലമാണ് വൈക്കത്തമ്പലം ഇളങ്കാവൊക്കെ. അപ്പോൾ അതേ നമ്മൾ നേരെ ചെന്നു. പിന്നെ വണ്ടിക്ക് ചാർത്താൻ മാല, കറുകമാല, ഗണപതിക്ക് തേങ്ങയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കൊടുത്ത് നമ്മൾ എന്നപ്പോൾ പൂജയായിരുന്നു കേട്ടോ അമ്പലത്തിൽ. നേദ്യവും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞാണ് നമുക്ക് വണ്ടി പൂജിക്കാനായിട്ട് പറഞ്ഞത് കേട്ടോ അവർ.
ഇവിടെ നമ്മൾ വണ്ടിയാട്ടോ പൂജിച്ചത്. അവിടെ നമ്മൾ വണ്ടി താക്കോലാണ് പൂജിച്ചത്. അപ്പോഴത്തെ എനിക്ക് ആ ഒരു പാട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എൻ്റെ കയ്യിൽ. അതാണ് ഞാനിട്ടത്, നിങ്ങളെന്നെ കൊള്ളരുത്. അപ്പോൾ ചേട്ടായിക്ക് എത്ര വണ്ടിയെ ചന്ദനം ചാർത്തിയാലും മതിയായില്ല. അപ്പോൾ വണ്ടിയിൽ മാലയും കാര്യങ്ങളൊക്കെ ഇട്ടു. പിന്നെ ചേട്ടായി ഇത് ചന്ദനക്കുറിയൊക്കെ തൊടിയിച്ചുകൊണ്ടിരിക്കുവാണ്. ചേട്ടായി അങ്ങനെയാണ് വണ്ടീനെ 1-ാം തീയതിയൊക്കെ ഭയങ്കര പരിപാടിയായിരുന്നു നേരത്തെ വണ്ടിയിൽ കേട്ടോ, ചന്ദനക്കുറിയൊക്കെ തൊടിയിച്ച്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. എന്നാലും പൂജ വെപ്പിനൊക്കെ വണ്ടിയുടെ എല്ലാം അങ്ങനെ കാര്യങ്ങളൊക്കെ പൂജ ചെയ്യാൻ എന്തല്ലേ പറയണം, പൂജയും കാര്യങ്ങളൊക്കെ വെക്കും കേട്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോരുവാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ സാരിയുടെ കോല ആകെ നാശമായി. എന്ന് വെച്ചാൽ വണ്ടിയൊക്കെ കീറുകയോ ഇവന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒലയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ട് സാരി കംപ്ലീറ്റ് പോയായിരുന്നു. ഇനി ഇത് രണ്ടാമത്തെ കുറച്ച് ദിവസം കഴിഞ്ഞെടുത്ത വീഡിയോ കേട്ടോ. നമ്മളിത് വൈക്കത്തഷ്ടമിക്ക് ഞാനും ചേട്ടായും വിധുവും ദേവനും കൂടി പോവാട്ടോ. രാത്രി കാഴ്ചകളാണ് ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. വൈക്കത്തഷ്ടമിയുടെ നമ്മൾ വടക്കേ നടവഴിയാണ് പോകുന്നത് കേട്ടോ. വടക്കേ നടയിലെ കാഴ്ചകളാണ് ഇത്. ഇപ്പുറത്തും 2 സൈഡിലും കടകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഒത്തിരി ഒന്നുമില്ല, എല്ലാ പ്രാവശ്യത്തെ പോലെ വരും. ഇങ്ങനെ ഓരോ ദിവസം ആകുമ്പോൾ വന്നുകൊണ്ടിരിക്കുമായിരിക്കും. ഞാൻ രാത്രിയിൽ അങ്ങനെ പോയിട്ടില്ലെന്നല്ല, ഇത്തവണ പോയില്ലല്ലോ. അപ്പോൾ വന്നതേ ഉള്ളൂ. ഈ സൈഡിലൊക്കെ വെജിക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാ കൊല്ലവും. അപ്പം നമ്മളിത് ചെരുപ്പ് ഊരിയിടാനുള്ള സ്ഥലം നോക്കുക കേട്ടോ. വിധുക്കുട്ടൻ ചേട്ടയുടെ കയ്യിലും ദേവൻ എൻ്റെ കയ്യിലുമാണ്. എൻ്റെ കയ്യിൽ ദേവന് നിൽക്കാൻ കഴിയില്ല, അച്ഛൻ്റെ കയ്യിലേക്ക് പോകാൻ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം തന്നെ ഈ കുഞ്ഞു പിള്ളേരും ഈ ബലൂണും കാര്യങ്ങളൊക്കെ ആയിട്ട് വിൽക്കാൻ നടപ്പുണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ കണ്ട ഈ കളറുള്ള ബലൂൺ, ഇതൊരു പ്രത്യേക ഭംഗിയല്ലേ കാണാം. പക്ഷേ ബൈക്ക് 2-വീലറിലൊക്കെ പോകുമ്പോൾ ഇത് മേടിക്കണ റിസ്ക്കാണ്, കാറ്റൊക്കെ കൊണ്ട് ഇത് പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ദേവൻ ഇതൊക്കെ കണ്ടപ്പോൾ തൊട്ട് അലമ്പാൻ തുടങ്ങി കേട്ടോ. അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദേവനോട് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. അവിടെ ചെല്ലുമ്പോൾ ഒന്നും മേടിച്ച് തരികയില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടുപോകും. പക്ഷേ പിള്ളേരല്ലേ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പറയണതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ആവും. അപ്പോൾ അച്ചായി പറഞ്ഞു കുറേ കൈയിട്ട് അച്ചായി മേടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ചെന്ന ടൈമിൽ അമ്പലത്തിൽ താലം വന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഇത്തവണ വൈക്കത്തമ്പലത്തിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അന്ന് ഞാൻ കുഞ്ഞുള്ളതുകൊണ്ട് അകത്തേട്ടൊന്നും കയറിയില്ലായിരുന്നു, വെളിയിൽ കൂടിയൊക്കെയാണ് നടന്നത് കേട്ടോ. അപ്പോൾ ഇത്തവണ എനിക്ക് തോന്നണം ഇത്തവണ ഇച്ചിരി വെറൈറ്റിയൊക്കെ ആയിരുന്നു ലൈറ്റും കാര്യങ്ങളൊക്കെ. ക്യാമറ നല്ലപോലെ ഷേക്ക് ആവുന്നുണ്ട്. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ മണ്ണിൽ കൂടി നടക്കുമ്പോഴും പിന്നെ നടക്കുമ്പോൾ ഇച്ചിരി ഷേക്ക് ആവുമല്ലോ. അപ്പോൾ ഇത് താലമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോൾ ഫ്രണ്ടിലേക്ക് പോയി തൊഴുതിട്ട് കറങ്ങി വരാമെന്ന് ഓർത്ത്. എനിക്ക് ഇച്ചിരി അമ്പലത്തിൽ ഇരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചേട്ടായി സമ്മതിക്കത്തില്ല. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചേട്ടനും അനിയനും ഇവിടെ ഉണ്ട്, അതായത് ദേവനും വിധുവും നല്ല അലമ്പാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഞാനും ദേവൂട്ടി നടക്കും. അപ്പോൾ ദേവൂട്ടി പറയുവാണ് മണ്ണിൽ കൂടി വന്നിട്ട് അമ്മ എൻ്റെ കാല് കുഴിഞ്ഞു താഴത്തോട്ട് പോകാമെന്ന് പറയും കേട്ടോ. അപ്പോൾ പാലം ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ആരുടെ താലാന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ മയിലാട്ടമാണെന്ന് തോന്നണം, അതിനെന്താ പറയണേന്ന് വലിയ പിടുത്തമില്ല. ചെണ്ടകൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു വൈക്കത്തമ്പലത്തിൻ്റെ ഫ്രണ്ട് കാണാനായിട്ട്, ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. ആളും നല്ല പോലെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞത് ഈ മരത്തിലൊക്കെ ലൈറ്റ് ചെയ്തേക്കുന്നുണ്ട്, അടിപൊളിയിൽ. അപ്പോൾ ദേവൂട്ടൻ ഇങ്ങനെ എഴുതി വന്നെ കണ്ടിട്ട് പറയാം, അമ്മ ഞാൻ സ്കൂളിൽ പഠിച്ച കാക്കാക്കിക്ക് ഇവിടെ എഴുതി വരുന്നുണ്ട് അമ്മയെന്ന് എന്നോട് പറഞ്ഞിട്ട്. ഇതിങ്ങനെ എഴുതി പോണത് കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം ആളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം പിള്ളേരെ ഇവിടെ ഇരുത്തി കളിപ്പിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചേട്ടായി പറഞ്ഞു നമുക്ക് ബീച്ചിൻ്റെ സൈഡിലേക്ക് പോകാം, അധികം നേരം ഇവിടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവന്മാർ ഓടിയൊക്കെ നടക്കും, പിന്നെ ഇവന്മാരുടെ പുറകെ നടക്കണം. അതുകൊണ്ട് നമ്മളിവിടെ നിന്ന് അധികം നേരമൊന്നും നിന്നില്ല, ഓരോ സൈഡൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് നമ്മൾ പോകുന്നു. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഡാൻസ് ഓരോരുത്തരെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത് തുടങ്ങാനുള്ള സ്റ്റാർട്ട് ചെയ്യാനുള്ള അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ. ലൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ. അപ്പോൾ ഓരോ പിള്ളേരൊക്കെ കയറി ഡാൻസ് തുടങ്ങാൻ പോവുമായിരുന്നു. ഇവന്മാർക്ക് ഒന്നും കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ദേവൻ്റെ ലക്ഷ്യം എന്നാന്ന് വെച്ചാൽ കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ അതുകൊണ്ട് ദേവൻ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കണം. വിധുക്കുട്ടൻ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ചേട്ടൻ്റെ കയ്യിൽ ഷൂ ഊരാൻ മറന്നുപോയി വിധുക്കുട്ടൻ്റെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വിധുക്കുട്ടനെ നിലത്ത് വെച്ചില്ല, ഞങ്ങൾ ഇടയിൽ എടുത്തുകൊണ്ട് തന്നെ നടക്കുമായിരുന്നു. ഇതുകൂട്ടം ദേവൂട്ടൻ ഓരോന്നൊക്കെ പറയാം, ഞാൻ വ്ളോഗ് ചെയ്യാം അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അതാണ് അലമ്പാണത്.
ഇപ്പം നമ്മൾ ആന കാണാനായിട്ട് പോവാട്ടോ. അവിടെ 3-5 ആനേനെ കൊണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാമെന്നും പറഞ്ഞ് പോവാണ്. വിധുക്കുട്ടൻ ഇങ്ങനെ ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്തൊന്നും അങ്ങനെ പോയിട്ടില്ല. അതുകൊണ്ട് പുള്ളി ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുമായിരുന്നു കേട്ടോ. അതെന്നാ ഇതെന്നാന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അച്ചായിട്ട്. പുള്ളിയാണ് എൻ്റെ കൈ വരുന്നേ ഇല്ലായിരുന്നു. അച്ചായുടെ കൈ ചൂണ്ടണുണ്ടോ, ഇതെന്നാന്നൊക്കെ ചോദിക്കും. പുള്ളി ഇതുവരെ ആന കണ്ടില്ല. അപ്പോൾ അത് ആന കാണിക്കാനായിട്ട് പോകുവാണ്. കണ്ടോ കൈ ചൂണ്ടണുണ്ടോ, അച്ചായി ആന എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. പിള്ളേരൊക്കെ ആയിട്ടല്ല വന്നെങ്കിൽ നമുക്ക് കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം. എന്നാലും ഇരിക്കാം. ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടും. അതുകൊണ്ട് ഭയങ്കര മടിയായിരുന്നു. പക്ഷെ നമ്മൾ പോയെന്ന് നല്ല മഴയായിരുന്നു. കൈ സെറ്റിൻ്റെ പണി കിട്ടി. വിധിക്കൂട്ടനൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ. അവിടെ ഒരു ആന നിൽക്കൊണ്ടിട്ട് മൊത്തത്തിൽ 3-4 ആനയെങ്ങാണ്ട് ഉണ്ടായിരുന്നു. കണ്ടോ, ആ സൈഡിൽ ഒരു ആന ഉണ്ടായിരുന്നു. ലൈറ്റും കാര്യങ്ങളും ഒക്കെ എല്ലാ കുഞ്ഞു പിള്ളേരൊക്കെ ഇങ്ങനെ കുഞ്ഞു പിള്ളേരില്ലേ വന്ന് ഇങ്ങനെ മേലോട്ടൊക്കെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ ചേട്ടായും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നമ്മൾ നേരെ വന്ന വഴി ഇറങ്ങും കേട്ടോ. എന്നിട്ട് നമ്മൾ പടിഞ്ഞാറേ നടയിലേക്ക് പോകും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം മഴയുടെ ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നാണെന്നറിയാൻ മേല നല്ല മഴയും കാറ്റുമായിരുന്നു. അപ്പോൾ ചേട്ടായി കൂട്ടുകാരെയൊക്കെ കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. നമ്മൾ വൈക്കത്തമ്പലത്തിലുള്ള ഏതമ്പലത്തിൽ വന്നാലും കുറച്ച് നേരം അവിടെ ഇരിക്കണമെന്നൊക്കെയാണ്. പക്ഷെ ചേട്ടായിയൊക്കെ ആയിട്ട് വന്നാൽ നടക്കില്ല. എന്ന് വെച്ചാൽ മുകളിൽ നിൽക്കുവാണ്. പോകാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇത്തവണ തിരക്ക് പോകാമെന്ന് പറഞ്ഞില്ല. പക്ഷേ ചേട്ടായിക്ക് ബീച്ചിൻ്റെ സൈഡിലേക്ക് പോകാമെന്നുള്ള ഒരു മൈൻഡായിരുന്നു. ഇവന്മാരെ റോബോട്ടിക്കിലൊക്കെ കയറ്റാനായിട്ട് കേട്ടോ. ഇവന്മാരോട് ഇവിടെ നിന്ന് പറഞ്ഞു കൊണ്ടുവന്നാണ് ഒന്നും മേടിക്കരുതെന്ന്. പക്ഷെ മേടിച്ച് കൊടുക്കാനുള്ള പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു. പക്ഷേ അങ്ങ് പോയപ്പോൾ ദൈവം ഭയങ്കര വഴക്കായിരുന്നു മേടിക്കുക. അപ്പോൾ ചേട്ടായി പറഞ്ഞേട്ടാ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ മേടിച്ചാൽ ഇത് തൂക്കി പിടിച്ചുകൊണ്ട് നടക്കണമല്ലോ, ദൂരെ എടുത്ത് അത് ഭയങ്കര പാടാണ്. അച്ചായി തിരിച്ച് വരുമ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ തിരിച്ചു വന്നപ്പോൾ നല്ല മഴയായതുകൊണ്ട് ഫുൾ നനഞ്ഞായിരുന്നു ചേട്ടായി. നമ്മളിവിടെയാണല്ലോ വണ്ടി വെച്ച് വടക്കേനടയിൽ. നമ്മൾ നിന്നത് ബീച്ചിൻ്റെ സൈഡിലുമായിരുന്നു. അത് ഞാൻ വഴിയേ പറയാൻ ഗൈസ്, ഒന്നും പറയണ്ട, ആകെ പെട്ടുപോയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നും താരം വന്നുകൊണ്ടിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇവിടെ നല്ല തിരക്കുണ്ട് പടിഞ്ഞാറ് സൈഡിൽ. ഒരു ട്രിപ്പ് താരം കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷനാണെന്ന് തോന്നുന്നു വന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ അങ്ങോട്ടും പോകാൻ മേല ഇങ്ങോട്ടും പോകാൻ മേല, ബ്ലോക്കും ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വണ്ടിയും കൊണ്ടും വരുമല്ലോ, വലിയ വണ്ടിയും കൊണ്ടൊക്കെ വരുന്നതുകൊണ്ട് നല്ല ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോയ്ക്ക് ഇരവലുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇവിടെ ആവി എടുത്തിട്ട് ഞാൻ ഈ ദേവൂട്ടം വന്ന് ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇരവൽ നല്ലപോലെ കാണും. അപ്പോൾ അതേ നമ്മളിങ്ങനെ ഓരോ സൈഡിൽ കൂടി നടന്നുകൊണ്ടിരിക്കും കേട്ടോ. ചേട്ടായി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലാണ് നടക്കണമെങ്കിൽ ചേട്ടായി റൈറ്റ് സൈഡിലേക്ക് നോക്കും. അതായത് ഇടത്തെ സൈഡിലെ കാഴ്ചകൾ കാണാണ്ട് വലത് സൈഡിലെ കാഴ്ച കാണാൻ പോകും. അപ്പോൾ നമ്മൾ വലത് സൈഡിലാണ് നടക്കണമെങ്കിൽ ചേട്ടായി ഇടത് സൈഡിലേക്ക് പോകും. അങ്ങനെ കേട്ടോ. അപ്പോൾ ഞാൻ ചേട്ടാനെ വിളിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങോട്ട് വാ ഇവിടെ കാണിക്കും. അപ്പോൾ ദേവനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട്. അപ്പോൾ ചേട്ടായി പറയും നീ നടന്നു അവനെയും കൊണ്ട്, അവൻ എൻ്റെ കയ്യിൽ നിൽക്കണില്ല. എന്താണെന്ന് വെച്ചാൽ വണ്ടി വരുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങൾ. അപ്പോൾ ഈ പുറകിൽ കുറേ കുഞ്ഞു പയ്യന്മാർ, അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാണ്ട് അവന്മാർ ഹലോ ഗായ്സ് ഇപ്പോൾ കാണുന്നതെന്നൊക്കെ പറഞ്ഞ് എന്നെ ചുമ്മാ കളിയായിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അവന്മാർ പറഞ്ഞു ചുമ്മാതെ ആട്ടോ ചെയ്യുന്ന എന്നോട് പറഞ്ഞായിരുന്നു കേട്ടോ. ദേവൂട്ടി ഉണ്ടല്ലോ എൻ്റെ കൂടെ. അപ്പോൾ ദേവൂട്ടി പറയണ്ട അവരെ എടുക്കതേ. അപ്പോൾ നല്ല തിരക്കിത്തോളം സ്റ്റോളും കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ. ഈ ഒരെണ്ണം മാത്രമേ ഞാൻ കണ്ടുള്ളൂ. നേരത്തെ വെൽഫെയർ സ്കൂളിൻ്റെ അവിടെ ഇങ്ങനെ കാണാറുണ്ടായിരുന്നു. ഇങ്ങോട്ടൊന്നും നമ്മൾ കയറില്ല. ഏട്ടായിക്കാണെങ്കിൽ ഇങ്ങനെ കയറണമൊക്കെ ഭയങ്കര കലിയാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മയൊക്കെ ആയിട്ട് വരുമ്പോഴേ ആ പരിപാടിയൊക്കെ നടക്കുകയുള്ളൂ. ഈ എടുത്ത് നിൽക്കുക, സാധനം മേടിക്കുക, അതൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ ചെടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ പതിവ് കാഴ്ചയാണ്. ചെടികൾ, വറാപ്പരി, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങളെ കാണിച്ചു തന്നാണല്ലോ. പിന്നെ രാത്രി ആയതുകൊണ്ടൊരു പ്രത്യേക ഭംഗിയുണ്ടാവും. അങ്ങനെ പിന്നെ ഓരോരുത്തർ വറ ബജ്ജി കാര്യങ്ങളൊക്കെ മേടിക്കുന്നു. നമ്മളൊന്നും മേടിച്ചില്ല. ഇതെനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ചേട്ടാ എന്നോട് പറയാം പിന്നെ ഇതൊക്കെ മേടിച്ചെന്ന ലൂസ് മോഷനൊക്കെ ഉണ്ടാവുമെന്ന്. പിന്നെ എനിക്കൊരു ബാഗ് മേടിക്കണമെന്നുണ്ട്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് കമ്മലാട്ടോ. കമ്മൽ. അപ്പോൾ ഇത്തവണ ചെരുപ്പും ബാഗും കമ്മലുമാണ് ഞാൻ പറഞ്ഞേക്കണം ചേട്ടായിയോട് മേടിച്ച് തരാനായിട്ട്. പക്ഷേ എല്ലാം തിരിച്ച് വരുമ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്നും നടന്നില്ല മഴയായതുകൊണ്ട്. ചെടി അമ്മയ്ക്ക് മേടിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അതും തിരിച്ച് വരുമ്പോഴെന്ന് പറഞ്ഞിട്ട് അതും നടന്നില്ല.
എല്ലാവരും ഇപ്പോൾ ചിരിച്ച് കാവടി തുള്ളിയൊക്കെയാണ് വന്നേക്കണത്. പക്ഷേ കുറേ കഴിയുമ്പം എല്ലാവരും തലയും മുണ്ടിട്ട് ഓർഡർ കാണിച്ചു തരാം. അത്രയ്ക്കും മഴയായിരുന്നു കേട്ടോ. ഒന്നാമത്തെ കാര്യം മഴ പെയ്യണ കൊണ്ട് തന്നെ അവരുടെ കച്ചവടവും പ്രോപ്പറായിട്ട് നടക്കണില്ല. ഇപ്പോൾ എന്നും വൈകുന്നേരം മഴയാണല്ലോ, അപ്പോൾ അവരത് മൂടിക്കെട്ടിയൊക്കെ വെക്കും. അതുകൊണ്ട് അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ അഷ്ടമി കൂടാൻ വന്നവർക്കും ബുദ്ധിമുട്ടാണ്. കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ട് വരുന്നതാണല്ലോ, പിന്നെ താലവും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും ഒരേപോലെ ബുദ്ധിമുട്ടായതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ പോകാൻ മടിക്കും. അപ്പോൾ അതേ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. നമ്മളിനി ബീച്ചിൻ്റെ സൈഡിലേക്കാട്ടോ പോണത്. അവിടെ ഇനി കാണാം, ചേട്ടായിക്ക് അവിടെ പോകാനായിരുന്നു ധൃതി. പിന്നെ അതുപോലെ എനിക്ക് അവിടെ ചെന്നിട്ട് നേരം പോക്കിൻ്റെ ഒരു വീഡിയോ എടുക്കണമായിരുന്നു. നേരം പോക്ക് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതേ ഇടിയും മിന്നലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേ കണ്ടോ, നിങ്ങൾ കണ്ടോ നല്ല. അപ്പോൾ എല്ലാവരും കാവടി തുള്ളി ബീച്ചിൻ്റെ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അതേപോലെ നമ്മളും കാവടി തുള്ളി പോയിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ ലക്ഷ്യം വെച്ച് പോണത് നേരം പോക്കിലേക്കാണ്. അപ്പോൾ ചേട്ടായിക്ക് ഇവങ്ങളുടെ റോബോട്ടിക്കിൽ കയറ്റണം എന്നായിരുന്നു. നമ്മൾ റോബോട്ടിക്കിലും ഡയറക്റ്റ് കയറിയിരുന്നെങ്കിൽ കുറച്ച് സേഫ് ആയേനെ. എന്താണെന്ന് വെച്ചാൽ അത്ര മഴ നനയത്തില്ലായിരുന്നു. നമ്മൾ നേരെ എന്നത് ഇവന് ദേവുടന് വിശക്കണമെന്നും പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു. എല്ലാവരും ഒക്കെ എല്ലാം മേടിച്ച് കഴിച്ചുകൊണ്ട് കിടക്കണം, എനിക്ക് മാത്രം ഒന്നും മേടിക്കണില്ലേ എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ ജങ്കാറും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അതൊന്നും പുള്ളിക്ക് പറ്റണില്ല. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയി. ഓരോരുത്തർ ബലൂണും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ദേവൻ്റെ പിടുത്തം വിടുവാണ്. ദേവന് ഗൺ മേടിക്കണം, പിന്നെ ഗിറ്റാർ മേടിക്കണം, അങ്ങനെ എന്തൊക്കെയോ ബഹളങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് മാത്രം ഒന്നും മേടിച്ചു കൊടുത്തു. മെയിനായിട്ട് തിരിച്ചു വരുമ്പോൾ മേടിച്ചു കൊടുത്താൽ നമുക്കിങ്ങനെ തോക്ക് പിടിക്കേണ്ട കാര്യമില്ല, നമുക്ക് അങ്ങനെ അങ്ങ് പോവാം. ഇത് കൊച്ചുമായിട്ട് ഇത്രയും ദൂരം നടക്കണ്ടേ, അപ്പോൾ അതുകൊണ്ടാണ് മേടിച്ചു കൊടുക്കാത്തത്. മുളക് ബജിക്കട അതും ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ദേവൂട്ടി ഭയങ്കര വഴക്കായിരുന്നു. ഇതുകൂട്ടം പിന്നെ അതെന്നാ എന്നൊക്കെ ചോദിച്ച് നടക്കണമുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് ചെരുപ്പ് മേടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേടിച്ച് തരുമോ എന്നറിയില്ല. അന്നിപ്പോൾ സമ്മതം മുളിയായിരുന്നു. ഇനി പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ കയറണ്ട, അപ്പുറത്ത് കയറണം എന്ന് വിചാരിച്ചു കേട്ടോ നേരം പോക്കിൽ. അപ്പം നമ്മൾ അവിടെ ഇതിൻ്റെ അപ്പുറത്താണ്, നമ്മൾ അത് ലക്ഷ്യം വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഈ മഴയൊക്കെ പെയ്യണ കൊണ്ടാണെങ്കിൽ പോലും, മഴക്കാറുണ്ടെങ്കിലും ഈ ഒരു സൈഡിൽ നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം. ഇവിടെ ആകുമ്പോൾ ഇരിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അവിടെ ഓരോ പ്രതിമയും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് അതിൻ്റെ ചുറ്റുമാണെങ്കിലും നമുക്ക് ഇരിക്കാം. പിന്നെ ബീച്ചിൻ്റെ ചെയർ കിടപ്പുണ്ട്, അതുകൊണ്ടൊക്കെ തന്നെ. അപ്പോൾ ഇതാണ് നേരം പോക്ക് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല അത്യാവശ്യത്തിന് തിരക്കുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സ്പേസും കാര്യങ്ങളും കുറവാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് തിരക്കുണ്ടായിരുന്നു. നമ്മൾ ഫ്രൈഡ് മൊമോസും പിന്നെ എന്നതാ ചിക്കൻ നഗറ്റ്സാണോ എന്ന് ഓർക്കുന്നില്ല, അങ്ങനെ എന്തോ ആണ് കഴിച്ചത് കേട്ടോ. അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടൊരു കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ കണ്ടപ്പോൾ ചേച്ചി യൂട്യൂബിലേക്കാണോ എന്ന് അമ്മമാർക്ക് ഇങ്ങോട്ട് ചോദിച്ചു കൊളാബ് ചെയ്യാവോ എന്ന്. അപ്പം ഞാൻ ഓൾറെഡി വീഡിയോ എടുക്കാനായിട്ടാണ് പോയത് ഇവൻ. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ ചെയ്തു. ഇൻസ്റ്റയിൽ അവർക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു കൊളാബായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷം. എനിക്ക് അങ്ങനെ ചെയ്യാൻ അവർക്കും ഒരു മനസ്സ് കാണിച്ചല്ലോ. അവിടെ ഇഷ്ടമാതിരി പേര് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇൻസ്റ്റയിലേക്ക് എടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഫുഡാണേലും നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വൈക്കത്ത് ഇത്തവണത്തെ ഒരു വെറൈറ്റി തന്നെയാണ്. എല്ലാവരും പോകുമ്പോൾ മസ്റ്റ് ട്രൈ ചെയ്യണം. അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവർ കൊണ്ടേ തന്നോളൂ. അവരുടെ സർവീസും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാട്ടോ. നമ്മളുടെ ചോദ്യവും കാര്യം എത്ര പേര് വന്നാലും അവർ അതിനനുസരിച്ച് ക്ഷമയോടെ നമുക്കത് സെർവ് ചെയ്യാൻ കാണിക്കുന്ന ഒരു മനസ്സ് അത് പറയാനില്ല. അപ്പോൾ നമ്മളോട് വീണ്ടും എന്നാ ചേച്ചി വേണ്ട എന്നാ അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിച്ചോണം. തലയോട്ടിയുടെ നേരെ ഓപ്പോസിറ്റാണ്. ഇത് കാണാൻ മിക്കവർക്കും അറിയായിരിക്കും. നല്ല ലൊക്കേഷൻ പറഞ്ഞാണ് ബീച്ചിൻ്റെ സൈഡിൽ കേട്ടോ. നമ്മൾ ഫ്രൈഡ് മൊമോസാണ് പറഞ്ഞത്. ഭയങ്കര എരിവായിരുന്നു കേട്ടോ. സ്പൈസി ഫ്രൈഡ് മൊമോസ് ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കഴിച്ചു, അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല എരിവുണ്ടായിരുന്നു. പിള്ളേർക്ക് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. മറ്റേ സ്റ്റീം ചെയ്തതാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഓരോരുത്തരും ഓടും കേട്ടോ. മഴയും നന്നായിട്ട് ചാരുന്നുണ്ട്. നമ്മൾ പിന്നെ അതിനകത്ത് ആദ്യം നമ്മൾ തലയോട്ടിയുടെ സൈഡിലിരുന്ന് കുറച്ച് നേരം. മഴ ഇടിവെട്ടും കൂടിയപ്പോൾ പിന്നെ നമ്മളിതിപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ നമ്മൾ അവിടെ ആയിട്ടിരിക്കണം. അതുകഴിഞ്ഞ് നമ്മൾ ഓടി അതിനകത്ത് കയറിയായിരുന്നു. പിന്നെ അതിനകത്ത് ഇരുന്നപ്പോൾ നമ്മൾ വീണ്ടും ഒരു ചിക്കൻ്റെ ഇത് പറഞ്ഞായിരുന്നു കേട്ടോ. ഒരു പ്ലേറ്റിന് 5 പീസ് വെച്ച് 100 രൂപയാട്ടോ പറയുന്നവർ.
പിന്നെ അതൊക്കെ പറഞ്ഞു. പിന്നെ ഐസ്ക്രീം ഇതിൻ്റെ അകത്തായതുകൊണ്ട് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവന്മാർ ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ അത് മേടിച്ച് കൊടുത്തു. നമ്മളവിടെ പെട്ടു, കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ മഴ കഴിഞ്ഞ് ഒന്ന് ചെറുതായിട്ട് തോർന്നപ്പോൾ നമ്മൾ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. പക്ഷെ നടന്നില്ല. നമ്മൾ വീണ്ടും ഇവിടെ വന്ന് കയറി നിൽക്കേണ്ടി വന്നു കേട്ടോ. കുറേ നേരം ഇവിടെ നിന്ന്. അപ്പോൾ ഇവിടെ നിന്ന് ചേട്ടായി വണ്ടി എടുക്കാനായിട്ട് പോകാമെന്ന് പറഞ്ഞു. ഇവിടെ വടക്കേ നടയിൽ ചേട്ടായി തന്നെ പൊക്കോളാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ഇപ്പം മഴയൊക്കെ അപ്പോൾ ഇവിടെ ഒരു തോക്ക് വിൽക്കണ ചേട്ടനെ കണ്ടപ്പോൾ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇങ്ങനെ പൊട്ടിക്കണ പൊട്ടാസിൻ്റെ തോക്കില്ലേ, അത് പിന്നെ ഇവിടെ ബലൂൺ കെട്ടിക്കൊണ്ട് നിൽപ്പുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നനഞ്ഞ് കുളിച്ച് നമ്മൾ തലപ്പറമ്പിൽ വന്നു. ഇവിടെ നിന്ന് ഫുഡ് മേടിക്കാനായിട്ട് നമ്മളൊരു ഹോട്ടലിൽ നിർത്തിയേക്കാണ്. കുഴിമന്തി മേടിക്കാമെന്ന് വിചാരിച്ചിട്ട്. വിധുക്കുട്ടൻ ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പാവം കൊച്ചു തളർന്നുറങ്ങി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ.